റഷ്യ ബന്ധം തകർക്കാനൊരുങ്ങുന്ന യുഎസിന്റെ ശ്രമങ്ങൾ വീണ്ടും പരാജയത്തിലേക്ക്. ട്രംപിന്റെ സമ്മർദ്ദത്തിനും ഭീഷണികൾക്കും ചുട്ട മറുപടി നൽകുകയാണ് റഷ്യ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനാൽ മറ്റ് രാജ്യങ്ങളോട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎസിന് സമാനമായ താരിഫ് ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെ ഇന്ത്യയുമായുള്ള ബന്ധം കാലപ്പഴക്കം ചെന്നതും സ്ഥിരമായി പുരോഗമിക്കുന്നതുമാണെന്ന് റഷ്യ ഞായറാഴ്ച വ്യക്തമാക്കി. ബന്ധം തകർക്കാനുള്ള ഏത് ശ്രമവും പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടതാണെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകി. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം സ്ഥിരമായും ആത്മവിശ്വാസത്തോടെയും മുന്നേറുന്നുവെന്നും ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്താനുള്ള ഏത് ശ്രമവും പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടതാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക മാധ്യമമായ ആർടിയോട് വ്യക്തമാക്കി. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ യുഎസിൽ നിന്നും നാറ്റോ രാജ്യങ്ങളിൽ നിന്നും നിരന്തരമായ സമ്മർദ്ദമുണ്ടായിട്ടും ഇന്ത്യ നിലകൊണ്ടതിനെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രശംസിക്കുകയും ചെയ്തു. ഭീഷണികൾക്കിടയിലും ഇന്ത്യ അതിന്റെ പ്രതിബദ്ധതകൾ തുടരുന്നതായും അവർ കൂട്ടിച്ചേർത്തു. ആർടിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പുറത്തിറക്കിയ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ബാഹ്യ ഭീഷണികളും വിമർശനങ്ങളും ഉണ്ടായിട്ടും റഷ്യയുമായുള്ള പങ്കാളിത്തത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത എടുത്തു പറഞ്ഞു. സത്യം പറഞ്ഞാൽ മറ്റെന്തെങ്കിലും സങ്കല്പിക്കാൻ പ്രയാസമാണെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ സമീപനം റഷ്യ ഇന്ത്യ സൗഹൃദത്തിന്റെ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ തന്ത്രപരമായ സ്വയംഭരണം ഇത് സൂചിപ്പിക്കുന്നു. പരമാധികാരത്തിന്റെയും ദേശീയ താൽപര്യങ്ങളുടെയും പരമമായ മൂല്യത്തിന് പങ്കാളിത്തം മുൻഗണന നൽകുന്നുവെന്ന് മോസ്കോ ഊന്നി പറഞ്ഞു. ഈ കാഴ്ചപ്പാട് ബന്ധങ്ങൾ വിശ്വസനീയവും പ്രവചനാതീതവും യഥാർത്ഥത്തിൽ തന്ത്രപരവുമാണെന്ന് വാദിക്കുന്നു. സിവിലിയൻ സൈനിക ഉൽപാദനം, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ദൗത്യങ്ങൾ, ആണവോർജ്ജം, റഷ്യൻ എണ്ണ പര്യവേഷണത്തിലെ ഇന്ത്യൻ നിക്ഷേപങ്ങൾ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും സംയുക്ത പദ്ധതികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പുതിയ പേയ്മെന്റ് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ദേശീയ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ബദൽ ഗതാഗത ലോജിസ്റ്റിക് റൂട്ടുകൾ മെച്ചപ്പെടുത്തുന്നതിനും സംയുക്ത ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രാലയം ഊന്നി പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം യുഎസ് മിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 25% അടിസ്ഥാന താരിഫും 25% പിഴ താരിഫും ഏർപ്പെടുത്തിയിരുന്നു. ഉക്രൈൻ സംഘർഷത്തിന് ഇന്ത്യ പരോക്ഷമായി ഇന്ധനം നൽകിയെന്ന് ട്രംപ് ഭരണകൂടം ആരോപിച്ചിരുന്നു. ഈ ആരോപണം ഇന്ത്യ അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് ആവർത്തിച്ച് തള്ളിയിരുന്നു. ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിലെത്താനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെട്ടതിന് ശേഷമാണ് താരിഫുകൾ വന്നത്. ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെങ്കിലും കൃഷിക്കും പാൽ ഉൽപ്പന്നങ്ങൾക്കും ഇളവുകൾ നൽകാൻ ഇന്ത്യ വിസമ്മതിച്ചു. അതിന് വളരെ വലിയ റെഡ് ലൈനുകൾ എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നോക്കൂ, ഇന്ത്യയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഉപഭോക്താവ്. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനാലാണ് ഞാൻ 50% തീരുവ ഏർപ്പെടുത്തിയത്. അത് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല, ഇന്ത്യയുമായി വിള്ളലിന് കാരണമാകുന്നുവെന്നും വെള്ളിയാഴ്ച ഫോക്സ് ആൻഡ് ഫ്രണ്ട്സിന് നൽകിയ അഭിമുഖത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ നടപടിയെടുക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ ട്രംപ് വ്യക്തമാക്കി. പക്ഷേ ഞാനത് ചെയ്തു കഴിഞ്ഞു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇത് നമ്മുടെ പ്രശ്നത്തെക്കാൾ വളരെ കൂടുതലായ ഒരു യൂറോപ്പിന്റെ പ്രശ്നമാണെന്ന് ഓർമ്മിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തൊക്കെ വന്നാലും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ മറ്റൊരു രാജ്യത്തെ ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ കഴിയില്ല എന്നത് തന്നെയാണ് ഉന്നത വക്താക്കൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.